മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. ധനവാന്റെയും ലാസറിന്റെയും ഉപമ പല പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് അല്ലേ. ഇഷ്ടംപോലെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ വ്യാഖ്യാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ധനവാൻ അത്ര കൊള്ളാത്ത വ്യക്തിയൊന്നും ആയിരുന്നില്ല അല്ലെ. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ, അവന്റെ പടിവാതിൽക്കലാണ് ലാസർ എന്ന് പറയുന്ന ഒരു വ്യക്തി കിടന്നിരുന്നത്. വ്രണങ്ങൾ ബാധിച്ച നായ്ക്കൾ വന്ന് അവന്റെ ശരീരഭാഗങ്ങള് നക്കിയിരുന്ന ആ ലാസർ ആ ധനവാന്റെ പടിവാതിൽക്കൽ കിടന്നിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ വലിയൊരു കൊട്ടാരം പണിതിട്ട് നമ്മുടെ വീടിന്റെ വാതിക്കല് ഒരു പിച്ചക്കാരനെ ഇരുത്താനായിട്ട് നമ്മൾ തയ്യാറാവുമോ? അല്ലെങ്കിൽ വ്രണങ്ങൾ ബാധിച്ച ഒരു വ്യക്തിയെ നമ്മൾ ഇരുത്തുമോ? ഒരിക്കലും ചെയ്യത്തില്ല അല്ലെ. പക്ഷെ ഈ ധനവാൻ അവനെ ഓടിച്ചു വിടുന്നതൊന്നും കാണുന്നില്ല. അവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ ഇവൻ തിന്നിരുന്നു. അതുകൊണ്ടാണ് ധനവാൻ അത്ര കൊള്ളാത്ത വ്യക്തിയൊന്നുമല്ല. വചനം നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ വീണ്ടും കാണുന്നുണ്ട് അല്ലെ. അവൻ നരകത്തിൽ വേദന അനുഭവിക്കുമ്പോഴും തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. പിതാവായ ദൈവത്തോട് പറയുന്നത് എന്താ? അതെ, എനിക്ക് സഹോദരങ്ങളുണ്ട്, അവരുടെ പക്കലേക്കെങ്കിലും അയച്ച് അവരെങ്കിലും ഈ വേദനയിലേക്ക് കടന്നു വരാതിരിക്കുക. നമ്മളൊക്കെ ചിന്തിക്കുന്നത് തന്നെ, ഞാൻ ഏതായാലും പെട്ടു, അവനും പെട്ടോട്ടെ എന്നുള്ളത്. കാരണം ഇത്രയേറെ നല്ലൊരു വ്യക്തിയായിരുന്നു ധനവാൻ, അത്ര കൊള്ളാത്ത വ്യക്തിയൊന്നും. പിന്നെ എന്തുകൊണ്ടാണ് ഈ ധനവാൻ നരകത്തിലേക്ക് പോയത്? അവന്റെ ജീവിതത്തില് വന്നുപോയ പോരായ്മ എന്തായിരുന്നു? സ്നേഹമുള്ളവരെ, ഈ ധനവാന്റെ ജീവിതത്തിൽ വന്ന അതേ തെറ്റ് ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ ധനവാന് സഹായിക്കാൻ പറ്റുമായിരുന്നു. തന്റെ പടിവാതിൽക്കല് വേദന അനുഭവിച്ച് നീറിക്കഴിഞ്ഞിരുന്ന ലാസറിനെ കാണാനായിട്ട് ഈ ധനികനായ വ്യക്തി തയ്യാറായില്ല. ധനവാന്റെ ജീവിതത്തിൽ വന്ന തെറ്റെന്ന് പറയുന്നത് ലാസറിന്റെ വേദന കാണാതെ കടന്നുപോയി എന്നുള്ളതാ. തനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യാതെ കടന്നുപോയി. ഉപേക്ഷയാലുള്ള പാപം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടം പോലെയുണ്ട്. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്യാതെ കടന്നു പോകുമ്പോൾ സ്നേഹമുള്ളവരെ, ഈ ധനവാന്റെ അതേ പാപം തന്നെ നമ്മുടെ ജീവിതത്തിലും നാമും ചെയ്യുകയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. നമ്മുടെ ജീവിതത്തിലെ ആ പോരായ്മയാണ് പരിഹരിക്കേണ്ടത്. ചുറ്റും ഇഷ്ടംപോലെ നന്മ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ഈ അവസരത്തെ ഞാൻ അവഗണിക്കുമ്പോൾ എന്റെ സുഖങ്ങളുടെയും എന്റെ സന്തോഷത്തിന്റെയും പിന്നാലെ ഞാൻ ഓടുമ്പോൾ ഉപേക്ഷയാലുള്ള പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സ്നേഹമുള്ളവർ, അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ ദൈവത്തെ കാണാനായിട്ട്, അവർക്ക് നന്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഉപേക്ഷയാലുള്ള പാപം നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ചെയ്യാതെ കടന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവയെല്ലാം ഓർത്ത് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് മാപ്പ് ചോദിക്കുവാനായിട്ട്. നമ്മുടെ ചുറ്റും വേദനിക്കുന്ന ലാസറുമാര് ഒത്തിരിയേറെ ഉണ്ട് തിരിച്ചറിയാനായിട്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകള് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാനായിട്ട്. വേദനിക്കുന്നവനെ കാണുമ്പോൾ മുഖം തിരിച്ച് കടന്നു പോകാതെ അവന്റെ ഒപ്പമായിരുന്ന് അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട്, അങ്ങനെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.